റിപ്പോർട്ടർ ബ്രേക്കിംഗ്. മയക്കുമരുന്ന് കേസുകളിൽ നടപടി കടുപ്പിച്ച സംസ്ഥാന പോലീസ്. പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി തുടങ്ങി. 3 മാസത്തിനുള്ളിൽ 84 വാഹനങ്ങളാണ് കണ്ടുകെട്ടിയത്. 14 വീടുകളും ഭൂമിയും കണ്ടുകെട്ടി. 28 ബാങ്ക് അക്കൌണ്ടുകളും അന്വേഷണ സംഘം പൂട്ടി. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെട്ടവർക്ക് ഇനി എളുപ്പം ഊരിപ്പോരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളിലും പിടിവീഴുകയാണല്ലേ? സുജയ പാർവതി, മയക്കുമരുന്നിനെതിരെയുള്ള വലിയ പോരാട്ടമാണ് സംസ്ഥാനത്ത് പോലീസും എക്സൈസും നടത്തുന്നത്. അത് ബഹുജന പിന്തുണയോടെയാണ്. നേരത്തെ നമുക്കറിയാം, യോദ്ധാവ് എന്ന ഫോൺ നമ്പർ കഴിഞ്ഞ ഫെബ്രുവരി 22-ന് പരസ്യപ്പെടുത്തുമ്പോൾ ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് ഫോൺ കോളുകൾ മാത്രമായിരുന്നു, വിവരങ്ങൾ മാത്രമായിരുന്നു പോലീസിന് ലഭിച്ചത്. ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പിന്നീട് പ്രതിദിനം ലഭിക്കുന്ന ഫോൺ കോളുകളുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചു. ഏതാണ്ട് മാർച്ച് മാസം മാത്രം അത് 5000-ലേറെ ഫോൺ കോളുകൾ വരുന്ന രീതിയിലേക്കായി. അത് ആദ്യം 12 മണിക്കൂർ പ്രവർത്തിപ്പിച്ചിരുന്നു. പിന്നീട് 24 മണിക്കൂറും ഫോൺ കോൾ ഒപ്പം വാട്സ്ആപ്പ് മെസ്സേജുകളും ശേഖരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ ഒരു ഭാഗത്ത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മറുഭാഗത്ത് NDPS കേസിലെ പ്രതികളുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള ആ നിയമം കർശനമായി നടപ്പിലാക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള കഴിഞ്ഞ 3 മാസത്തെ കണക്ക് മാത്രമാണ്. ഇതിൽ കൂടുതലും ഈ വിതരണക്കാരാണ്. ഈ മയക്കുമരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണിയാകുന്ന സിന്തറ്റിക് ലഹരി ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന പ്രധാന കണ്ണികളുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അതിൽ 84 വാഹനങ്ങൾ, ഒപ്പം 14 വീടുകളും ഭൂമിയും അടക്കം കണ്ടുകെട്ടി. അതിനൊപ്പം തന്നെ 28 ബാങ്ക് അക്കൌണ്ടുകൾ. ഇത് ഈ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെ പണം സമ്പാദിച്ചു എന്ന് കണ്ടെത്തുമ്പോഴാണ് ഇത്തരക്കാരുടെ ബാങ്ക് അക്കൌണ്ടുകൾ അടക്കം അത് ഫ്രീസ് ചെയ്തുകൊണ്ട് മറ്റ് കടുത്ത നടപടികളിലേക്ക് പോലീസ് പോകുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് ഇപ്പോൾ സംസ്ഥാനത്തെ ഈ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിനോട് തന്നെ വ്യക്തമാക്കിയിരുന്നു. ലഹരി കേസിൽ കടുപ്പിക്കുകയാണ് പോലീസ്. അതിന്റെ വിവരങ്ങളാണ്